പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന ട്രാവലറിൻ്റെ മെഷർമെൻ്റാണ്. ഈ ഒരു ട്രാവലറിൻ്റെ മാത്രമല്ല, എല്ലാ സീറ്റ് ട്രാവലറിൻ്റെയും മെഷർമെൻറ്റ് നിങ്ങൾക്ക് എങ്ങനെ എടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ ഈ ഒരു വണ്ടീൻ്റെ മാത്രമേ പറയുന്നുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 6 വീല് വേക്കിൽ വരുന്ന 26 സീറ്റ് ട്രാവലർ, അതായത് കുറച്ച് വീതി കൂടിയ ടൈപ്പ് ട്രാവലറില്ലേ, ആ ഒരു വണ്ടിയാണ് ഈ വണ്ടി. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതല്ല നിങ്ങളിനി 17 സീറ്റ് ആയിക്കോട്ടെ, 22 സീറ്റ് ആയിക്കോട്ടെ, 12 സീറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരുപാട് സീറ്റ് ട്രാവലർ, ഒരുപാട് മോഡൽ ട്രാവലർ ഉണ്ടല്ലോ. അപ്പോൾ ഏത് മോഡലായാലും നിങ്ങൾക്ക് മിനിയേച്ചർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെ സ്വന്തമായിട്ട് അളവ് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ, അല്ലാണ്ട് വണ്ടിയിൽ പോയിട്ട് അളന്നിട്ടോ കാര്യങ്ങളൊന്നും അല്ല, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ എങ്ങനെ സ്വന്തമായിട്ട് അളവ് ഉണ്ടാക്കിയെടുക്കാമെന്നും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത അളവ് വെച്ചിട്ടാണ് ഈ ഒരു വണ്ടി ചെയ്തത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ അളവ് ഞാൻ ചെയ്ത അളവും കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എല്ലാ മോഡലിൻ്റെ അളവ് എങ്ങനെ എടുക്കാം എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാ മേക്കിംഗ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതായത് ഇതുവരെ തുടക്കം മുതൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നമ്മൾ ഓൾറെഡി യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ കാണുന്നതാണെങ്കിൽ, നിങ്ങൾ ആ ഒരു മേക്കിംഗ് ചെയ്യാൻ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ എല്ലാ മേക്കിംഗ് വീഡിയോയും നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ആദ്യം നമുക്ക് ഈ ഒരു വണ്ടിയുടെ മെഷർമെൻറ്റ് ചെയ്യാൻ അളന്ന് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ വണ്ടിയുടെ അളവെല്ലാം കഴിഞ്ഞിട്ടാകുമ്പം ഞാൻ എന്ത് ചെയ്യുക, എല്ലാ വണ്ടിയുടെ അളവ് എങ്ങനെ എടുക്കാം എന്നുള്ള ട്രിക്കും കൂടി കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഈ ഒരു വണ്ടിയുടെ അളവ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് സൈഡ് ബോഡി അളക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, വെളിച്ചം അങ്ങനെ ഇങ്ങോട്ടാണ് അടിക്കുന്നത്, സൂര്യനാവാത്താണുള്ളത്, വെളിച്ചം അങ്ങനെ ഇങ്ങോട്ട് അടിക്കുന്നത്. അതുകൊണ്ട് ബ്രൈറ്റ്നസ്സിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ബ്രൈറ്റ്നസ്സിൻ്റെ കാര്യങ്ങൾ നോക്കി നിന്ന് നമ്മൾ വീഡിയോ എടുക്കലും അപ്ലോഡ് ആക്കലൊന്നും നടക്കില്ല. ഇതിപ്പോൾ ഉച്ച സമയമാണ്, വെയിൽ അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് എടുക്കുന്നതുകൊണ്ട് ചെറിയ ബ്രൈറ്റ്നസ്സിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കുക. അപ്പോൾ അത്രേ പറയാനുള്ളൂ. നമുക്ക് എന്തായാലും മെഷർമെൻറ്റ് എടുത്ത് തുടങ്ങാം. നമ്മളെ വണ്ടീൻ്റെ ബോണറ്റിൽ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബ്രൈറ്റ്നസ്സിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു കട്ടിങ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ബോണറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെയിലടിക്കുന്നതുകൊണ്ട് അങ്ങനെ കാണാൻ ചേട്ടാ. അത് നിങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ പോലെ ഇല്ല, ഇങ്ങനെ ഒരു പോകുന്നു, അവിടെ ഒരു സാധനം കൂടി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ട്, വെയിലടിക്കുന്നതുകൊണ്ട് കാണാനായിട്ടാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ ഞാൻ പേപ്പറിൽ ഇങ്ങനെ ഒരു സംഭവം ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാൻ പറഞ്ഞില്ല, പക്ഷേ ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുകയൊന്നും ചെയ്യില്ല. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് പറയാൻ വേണ്ടി മാത്രം ഞാനങ്ങനെ തയ്യാറാക്കിയതാണ്. ഇനി നമുക്ക് വേറെ പരിപാടിയൊന്നുമില്ല, മെഷർമെൻറ്റ് എന്തായാലും എടുത്തു തുടങ്ങാം. നമുക്ക് ആദ്യം ടോട്ടൽ ലെങ്ത്ത് പറഞ്ഞുതരാം. ടോട്ടൽ ലെങ്ത്ത് വരുന്ന 38 സെൻറ്റിമീറ്റർ കേട്ടോ. അതായത് ഈ ഒരു ഫ്രണ്ട് ബമ്പർ തൊട്ടിട്ട് ബാക്ക് ബമ്പർ വരെ, ബമ്പർ ടു ബമ്പർ 38 അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൈഡ് പീസ് 38 എന്നല്ല കട്ട് ചെയ്യേണ്ടത്. സൈഡ് പീസ് ബാക്ക് ബമ്പറിൻ്റെയും ഈ ഒരു തിക്നെസ്സും ഫ്രണ്ട് ബമ്പറിൻ്റെ തിക്നെസ്സും എല്ലാം കുറച്ചിട്ട് വേണം സൈഡ് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള സൈഡ് മെഷർമെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് വരുന്നത് 3 വിൻഡോ ആണ്. വിൻഡോൻ്റെ കാര്യം പറഞ്ഞതിന് മുമ്പ് നമുക്ക് ഹൈറ്റ് പറയാൻ തോന്നുന്നില്ല ആദ്യം. അപ്പോൾ ആദ്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, വണ്ടിക്ക് ഈ ഒരു ഇത് കണ്ട പീസ്, ഇത് എക്സ്ട്രാ വർക്ക്, ജോഷിൻ്റെ എക്സ്ട്രാ വർക്കാണിത്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 സെൻറ്റിമീറ്റർ, അതായത് 1.5 സെൻറ്റിമീറ്റർ ഇതിൻ്റെ ഹൈറ്റ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ താഴെ മുതൽ വിൻഡോ തുടങ്ങുന്നവരെ 6.1 സെൻറ്റിമീറ്റർ കേട്ടോ. അത് റൗണ്ടാക്കിയിട്ട് നിങ്ങൾ 6 എടുക്കുന്നതിനെ കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്ത അളവ് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ചിലപ്പം മൊത്തത്തിൽ അങ്ങനെ നിങ്ങൾ റൗണ്ടാക്കി എടുക്കാൻ നിന്നാൽ വണ്ടി മൊത്തം കൊളായിപ്പോവും. പരമാവധി 0.1 നേരം പറഞ്ഞ് അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക, എന്നാൽ ആ ഒരു ഒറിജിനൽ ഇത് കിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇവിടുന്ന് തൊട്ടിട്ട് അടി തൊട്ടിട്ട് വിൻഡോ തുടങ്ങുന്നവർ 6.1. പിന്നെ വിൻഡോൻ്റെ ഹൈറ്റ് വരുന്നത് 3.2 കേട്ടോ. അതായത് വിൻഡോൻ്റെ ഹൈറ്റ് 3.2. വിൻഡോ കഴിഞ്ഞിട്ട് ഒരു 1.8 സെൻറ്റിമീറ്റർ മേലോട്ട് വേണം സൈഡ് പീസ് കട്ട് ചെയ്യാൻ കേട്ടോ. അതായത് സൈഡ് പീസ് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു ഇതാണ് സൈഡ് പീസിൻ്റെ ഇത്, ഇങ്ങനെ വരും. ഈ ബീഡിങ് അല്ല, ഇതിന് തൊട്ട് മേലെ ഒരു ഈ പൊസിഷനിൽ ഇങ്ങനെ വരും. അത് നമ്മൾ ഷെയ്പ്പാക്കിക്കൊണ്ട് സൈഡ് പീസ് കാണുന്നില്ല. ഈ ഒരു ബീഡിങ് കഴിഞ്ഞിട്ട് കുറച്ച് വിട്ടിട്ട് ഈ ഒരു പോയിൻ്റ് ഇങ്ങനെയാണ് സൈഡ് പീസ് വരിക, ഇങ്ങനെ. അപ്പോൾ ഈ ഒരു വിൻഡോ തൊട്ടിട്ട് ആ ഒരു സൈഡ് പീസ് എൻഡ് ചെയ്യുന്ന വരെ 0.8 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത്. സോറി, ക്ഷമിക്കണം, 0.8 അല്ല, 1.2 വരും കേട്ടോ. ഞാൻ വേറെന്തോ പറഞ്ഞു പോയതാണ്. 1.2 വരും. അതായത് വിൻഡോ കഴിയുന്ന ഇത് നമ്മളിത് റെയിൻ ഗാർഡോ അങ്ങനെ എന്തോ പറയില്ല, ആ സാധനമാണ് ഇത്. അതിൻ്റെ ഉള്ളിലാണ് വിൻഡോ വരുന്നത്. ആ ഒരു പോയിൻ്റ് മുതൽ സൈഡ് പീസ് എൻഡ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് വരെ
1.2 സെൻറ്റിമീറ്ററാണ് വരുന്നത് കേട്ടോ ഹൈറ്റ്. നേരത്തെ പറഞ്ഞാൽ തെറ്റിപ്പോയി. പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് അങ്ങനെ അങ്ങ് ഇടുന്നതാണ്. അതുകൊണ്ട് എഡിറ്റൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് കട്ട് ചെയ്ത് ഒഴിവാക്കാനൊന്നും കഴിയില്ല, അതുകൊണ്ടാണ് മാറ്റി പറഞ്ഞത് കേട്ടോ. പിന്നെ ഹൈറ്റ് ഏകദേശം ആയില്ലേ. ഇതുവരെയാണ് സൈഡ് ബോഡി വരിക, ഈ പോയിൻ്റ് വരെ. അതായത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു ലൈൻ കണ്ടോ, ഈ ലൈൻ ഇങ്ങനെ ഇങ്ങോളം വരും, ഈ ലൈൻ വരെ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എക്സ്ട്രാ വർക്ക് വരുന്നത്, ജോൾസിൻ്റെ എല്ലാം എക്സ്ട്രാ വർക്ക്, സൈഡ് ബോഡിയിൽ എക്സ്ട്രാ വർക്ക്. ഈ ഒരു ഇത് കണ്ട, ഇതിങ്ങനെ ഈ ഒരു പേഴ്സൺ നമ്മൾ പിന്നെ ഷേപ്പ് ചെയ്താണ് കേട്ടോ. അതുകൊണ്ടാണ് നാളെ ഒരു ലൈന് കാണാത്ത, സൂക്ഷിച്ചൊക്കെ ചിലപ്പം കാണും. ഇങ്ങനെ വരുന്നത് ഇത് 2 സെൻറ്റിമീറ്റർ ഹൈറ്റ് കേട്ടോ. അതായത് ഈ ഒരു പീസിൻ്റെ ഹൈറ്റ് 2 സെൻറ്റിമീറ്റർ, ഫ്രണ്ടിലും അതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ. അത് പിന്നെ ഇങ്ങോട്ട് എത്തുമ്പോൾ ഇങ്ങനെ സ്ലോപ്പായി ഇങ്ങനെ വരും. അതുപോലെ തന്നെ ബാക്കിലും സ്ലോപ്പായിട്ട് വരും. പിന്നെ ഡിസൈനെല്ലാം നിങ്ങൾ ഓരോ വണ്ടിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ചെയ്യുക. അതിനൊന്നും സൈസ് ഞാൻ പറയുന്നില്ല, അളവ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പം വണ്ടീൻ്റെ ടോട്ടൽ എല്ലാ ഹൈറ്റും പറഞ്ഞ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ടോട്ടൽ ഹൈറ്റ് വരുമ്പോൾ 10.4 വരും കേട്ടോ. 10.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ സൈഡ് ബോഡി നമ്മൾ കട്ട് ചെയ്യേണ്ടത് 10.4 വരിക. ഞാൻ പറഞ്ഞ ഈ ഒരു ലൈന് പറഞ്ഞിട്ടില്ല ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന്. അപ്പം സൈഡ് ബോഡി കട്ട് ചെയ്യേണ്ട ഹൈറ്റ് 10.4 സെൻറ്റിമീറ്റർ. പിന്നെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ വിൻഡോൻ്റെ സൈസ് പറഞ്ഞത് ഈ ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ ഉണ്ടോ അതിൻ്റെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ കാണുന്നില്ലേ, അത് നിങ്ങൾ ഏകദേശം ഒരു 3 mm എടുത്തിട്ട് ചെയ്യാം കേട്ടോ. 3 mm ഇങ്ങോട്ടും, ഇത് 2 mm സൈഡിൽ, ഇത് 2 mm താഴെ മേലെയും 3 mm അങ്ങനെ എടുത്തിട്ട് ചെയ്യാം കേട്ടോ. വിൻഡോൻ്റെ ചുറ്റിലൊരു ഔട്ട്ലൈന്. പിന്നെ ഓരോ വിൻഡോയും തമ്മിലുള്ള ഗ്യാപ്പ് 1.2 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അതായത് ഈ ഔട്ട്ലൈന് കൂട്ടാണ്ടേ, ഈ ബ്ലാക്ക് കഴിയുന്ന മുതൽ ഈ അടുത്ത ബ്ലാക്ക് തുടങ്ങുന്ന വരെ ഇത് ഫുള്ള് 1.2 സെൻറ്റിമീറ്റർ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു ഔട്ട്ലൈൻ 2 mm വരും, ഇപ്പുറമുള്ള ഈ ഒരു ഔട്ട്ലൈന് 2 mm വരും കേട്ടോ. അത് കട്ട് ചെയ്ത് കുറച്ച് ഉള്ളിലോട്ട് കയറ്റി വെക്കണം. അതെല്ലാം നമ്മൾ മേക്കിംഗ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതെല്ലാം കാണേണ്ടവർ അന്നേരം ആ ഒരു വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഹൈറ്റ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു വിശ്വസിക്കുന്നു. ലെങ്ത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 38 സെൻറ്റിമീറ്റർ. അതിൽ തന്നെ ഈ ഒരു ലെങ്ത്തില്ലേ, അതായത് ബേക്ക് വീല് കഴിഞ്ഞിട്ട് നമ്മളെ ബമ്പർ വരെ, ബേക്ക് ബമ്പർ വരെ ഈ ഒരു ലെങ്ത്ത് വെച്ച് കഴിഞ്ഞാൽ 7.5 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ. ഈ വീലിന് തുടക്കം മുതൽ, വീലാർച്ചിൻ്റെ തുടക്കം മുതൽ എൻഡ് വരെ 7.5 സെൻറ്റിമീറ്റർ. ആ 7.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി അളവല്ല, ബമ്പർ അളവാണ് കേട്ടോ. സൈഡ് ബോഡി കട്ട് ചെയ്യുമ്പോൾ ആ ഒരു ബമ്പറിൻ്റെ നിങ്ങൾ എടുക്കുന്ന തിക്നെസ് കുറച്ചിട്ട് വേണം സൈഡ് ബോഡി കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് വീലാർച്ചിൻ്റെ ലെങ്ത്ത് വരുന്നത് 4.8 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ 4.8 സെൻറ്റിമീറ്റർ. വീലാർച്ചിൻ്റെ കട്ട് ചെയ്യേണ്ട ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2.4 ആണ് കേട്ടോ. അതായത് ഈ വീലാർച്ച കൂട്ടാണ്ട് വീലാർച്ചിൻ്റെ അടിഭാഗമില്ലേ, അടിഭാഗം മുതൽ ഈ ഒരു ബോഡീൻ്റെ അളവ് വരെ 2.4 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് സർക്കിളല്ല വരുന്നത്, ഇങ്ങനെ ഒരു കർവ് ഷേപ്പാണ് വരിക. ഫ്രണ്ടിലും ബാക്കിലും കർവ് ഷേപ്പാണ് വരുന്നത്. സർക്കിൾ ആ ഒരു നമ്മളെ ബസ്സിനൊന്നും ചെയ്യുന്ന പോലെ ആ ഒരു കറക്റ്റ് ഹാഫ് സർക്കിളല്ല വരിക കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കണം. അതിൻ്റെ ഹൈറ്റ്, സെൻറ്റർ ഹൈറ്റ് 2.4 വരിക, ഫ്രണ്ടിലും ബാക്കിലും 2.4 ആണ് വരിക. അത് കഴിഞ്ഞിട്ടൊരു 5 mm എല്ലാം അല്ല 5 mm അല്ല, ഒരു സെൻറ്റിമീറ്റർ 5 mm ആ ഒരു തിക്നെസ് വീലാർച്ചിന് ഇങ്ങനെ എടുക്കും കേട്ടോ. വീലാർച്ചിൻ്റെ ഹൈറ്റ് ഏകദേശം നോക്കിയിട്ട് അങ്ങനെ എടുത്തു. ഒരു 0.8 എല്ലാം ഉണ്ടാവും, 0.8. ഈ ഒരു ഹൈറ്റ് 0.8 സെൻറ്റിമീറ്റർ ഉണ്ടാവും. അതിങ്ങനെ എടുക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞ് വരും. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു എൻഡില്ലേ, ഈ ഒരു എൻഡ് മുതൽ ഈ ഒരു എൻഡ് വരെ, അതായത് നടുക്ക് വരുന്ന ഈ ഒരു സ്പേസിൻ്റെ ലെങ്ത്ത് 17.9 സെൻറ്റിമീറ്ററാണ്. ഇത് മുതൽ ഈ ഒരു ഹൈറ്റ് ലെങ്ത്ത് വരെ. നിങ്ങൾക്ക് 18 എടുത്താൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിലേ ഉള്ളൂ. 17.9 ഞാൻ എടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും ഇവിടേക്ക് വരുമ്പോൾ 4.8 വരും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രണ്ടിൽ 2 സെൻറ്റിമീറ്റർ കൂടി വരും കേട്ടോ. ഫ്രണ്ട് ഈ ഒരു 2 സെൻറ്റിമീറ്റർ കൂടി ഫ്രണ്ടിലോട്ടൊരു ലെങ്ത്ത് കൂടി വരും ഹീല് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ മൊത്തം സൈഡെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഡ്രൈവറിൻ്റെ ഈ ഒരു ഡോറിൻ്റെയും ഈ ഒരു ഷേപ്പിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതിന് ശേഷം നമുക്ക് ബേക്കും അതിന് ശേഷം പറഞ്ഞുതരാം കേട്ടോ. അത് അളവല്ല, ആ ട്രിക്ക് ഞാൻ കാണിച്ചുതരാം എങ്ങനെ എടുക്കേണ്ടതെന്നുള്ളത് കേട്ടോ. ആ അളവ് പറയാൻ കഴിയില്ല, കാരണം ഇതിങ്ങനെയല്ലോ വരുന്ന ഷേപ്പല്ലേ, അതിൻ്റെ ഒന്ന് അളവ് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് കിട്ടൂല. അതിൻ്റെ മുന്നേ ബേക്കിൻ്റെ അളവ് ഞാൻ ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് അത് കാണിച്ചു തരാം കേട്ടോ. വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് ചിലപ്പം ഉരുണ്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഉരുണ്ട് പോകാണ്ടിരിക്കാൻ ഫ്രണ്ടിൽ ടയറിൻ്റെ അടുത്ത് അങ്ങോട്ട് വെക്കേണ്ടി വരും. തൽക്കാലം ഇപ്പോൾ ഒരു പഴയ പുട്ടീൻ്റെ ഒരു ഇത് വെക്കാം കേട്ടോ, കവർ വെക്കാം, അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഒറ്റ പോക്കങ്ങ് പോവും. ഇതാണ് വണ്ടീൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. വർക്ക് കഴിഞ്ഞിട്ടില്ല, ബ്രേക്ക് ലൈറ്റും ലേഡറും സ്റ്റിക്കർ വർക്ക് ഒരുപാട് വർക്ക് ബാക്കിയുണ്ട്. അതെല്ലാം വഴിയേ നടക്കും.
പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത് 12.5 കേട്ടോ. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്ക് ബോഡി കട്ട് ചെയ്യേണ്ട അളവാണ്, അല്ലാണ്ട് ഈ ബമ്പർ കാര്യങ്ങളൊന്നും ഇല്ല. ഇതെല്ലാം എക്സ്ട്രാ വരുന്നതല്ലേ. ഈ ഒരു അളവിലാണ് സംഭവം ഉണ്ടാവുക. കാരണം ഈ കാണുന്നത് സൈഡ് ബോഡീൻ്റെ തിക്നെസ്സാണ് കാണുന്നത്. ഈ ഒരു പീസ് ബേക്ക് ശരിക്ക് ഈ തിക്നെസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു ലൈൻ ഇങ്ങനെ വരിക, അതുപോലെ ഇപ്പുറം ഈ ഒരു ലൈൻ ഇങ്ങനെ. അപ്പോൾ ആ ഒരു വിഡ്ത്ത് വെച്ചാൽ 12.5 സെൻറ്റിമീറ്റർ കേട്ടോ. ഇവിടുന്ന് മുതൽ ഇവിടം വരെ 12.5. ബേക്ക് ബോഡി ആ ഒരു അളവിലാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ അതേ കർവ് ആ ഒരു വിഡ്ത്ത് മേലേക്ക് ഇങ്ങനെ കർവായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു 11.5 സെൻറ്റിമീറ്റർ ആവും കേട്ടോ. സോറി 11.5 ഇല്ല 11 കേട്ടോ, അളവ് മാറിപ്പോയതാണ് 11. ഇവിടെ 12.5 വിഡ്ത്ത് മേലേക്ക് ഈ കർവ് ഇങ്ങനെ വന്ന് 11 സെൻറ്റിമീറ്ററിലേക്ക് ചുരുങ്ങും. ഇത് ഈ ഒരു ഇതാണ് പറഞ്ഞത്. ഈ എക്സ്ട്രാ വർക്കിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഈ ഒരു നമ്മുടെ ബോഡീൻ്റെ അളവാണ് പറഞ്ഞത്. എക്സ്ട്രാ വർക്ക് ഏകദേശം ഇവിടുന്ന് തുടങ്ങി പിന്നെ ഒരു ചെറിയൊരു 1 സെൻറ്റിമീറ്റർ 2 ഭാഗത്തും കുറഞ്ഞ് മേലെ എത്തും കേട്ടോ. മേലെ ലെങ്ത്ത് ഞാൻ വേണമെങ്കിൽ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 10.5 സെൻറ്റിമീറ്ററൊക്കെ എല്ലാം ചുരുങ്ങും. താഴെ 12.5, മേലെ ഒരു 10.5 എത്തും ഇങ്ങനെ കർവായിട്ട് വന്നിട്ട്. ഈ ഒരു ഷേപ്പിൽ ഞാൻ എങ്ങനെ എടുക്കേണ്ടത് പറഞ്ഞുതരാം. വിൻഡോൻ്റെ അളവെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അല്ലാണ്ട് അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയില്ല, കാരണം ഒരുപാട് അളവ് വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അങ്ങനെ ബേക്കിൻ്റെ എല്ലാം കറക്റ്റ് അളവ് എടുക്കേണ്ടത് ഞാൻ ട്രിക്ക് ഉപയോഗിച്ച് പറഞ്ഞുതരാം. പിന്നെ ഡ്രൈവർ സൈഡിലേക്ക് വരുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, വീൽ കപ്പ് ഇടാനുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഇടാം. പിന്നെ വേറെ അളവെല്ലാം അപ്പുറത്ത് പറഞ്ഞ സെയിം തന്നെയാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് ഒട്ടിക്കണം കേട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ സൈഡ് പീസ് ഈ ഒരു ബീഡിങ്ങിൻ്റെ തൊട്ട് മേലെ കൂടി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ആ ഒരു ബീഡിങ് ഒട്ടിക്കാൻ നിങ്ങൾ മറക്കരുത്. അതിന് പിന്നെ പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. വിൻഡോൻ്റെയും സൈഡ് ബോഡി തീരുന്നതിൻ്റെയും നടുക്കായിട്ട് ബീഡിങ് വാട്ടർ ചാനൽ ഇങ്ങനെ വയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ചെയ്താൽ മതി. ഒരു ബീഡിങ് ഫുള്ള് ബേക്കിലും അപ്പുറത്ത് ചുറ്റി ആ ഒരു എൻഡ് വരെ എത്തണം കേട്ടോ. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി, ടയറിൻ്റെ അളവല്ല. ടയറിൻ്റെ അളവ് പറയാൻ വിട്ടു കേട്ടോ. ടയർ വരുന്നത് 3.9 കേട്ടോ. 4 എടുത്താലും കുഴപ്പമൊന്നുമില്ല, 3.9 തന്നെ എടുത്തോ. 4 എടുത്ത് ചിലപ്പോൾ അധികമായിട്ട് പിന്നെ ബോറാവണ്ട. ആ 3.9 ചെന്ന് വെച്ചാൽ റേഡിയസ് അല്ല, ഡയമീറ്ററാണ് കേട്ടോ. അതായത് കോമ്പസിൽ എടുക്കേണ്ട അളവല്ല, മൊത്തത്തിൽ ഇവിടുന്ന് ഈ ഒരു എൻഡ് തൊട്ടിട്ട് ഇപ്പുറത്തെ എൻഡ് വരെയാണ് 3.9 പറഞ്ഞത്. അപ്പം കോമ്പസിൽ നമ്മൾ എത്ര എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.9ൻ്റെ പകുതി എടുക്കണം. 1.5ഉം പിന്നെ 1.5 3 പിന്നെ 3.9 9ൻ്റെ പകുതി 4.5. അപ്പോൾ 1.5ഉം 4.5യും ആ രണ്ട് എടുക്കണ്ട, 2ൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് എടുത്താൽ കറക്റ്റ് 3.9 കിട്ടും. അല്ലേ 4 തന്നെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു 3.9 ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. റേഡിയസ് ഒരു 1.95 അല്ല 2 തന്നെ എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ റിമ്മ് വരുന്നത് വീൽ കപ്പ് വരുന്ന ആ ഒരു സാധനത്തിൻ്റെത് 2.3 ആണ് കേട്ടോ. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഡിയസ് അല്ല ഡയമീറ്റർ 2.3. ഈ ഒരു എൻഡ് മുതൽ ഇപ്പോഴത്തെ എൻഡ് വരെ 2.3. അതിൻ്റെ റേഡിയസ് 2.3ൻ്റെ പകുതി എടുക്കുക. 2ൻ്റെ പകുതി 1, 3ൻ്റെ പകുതി 1.5. അപ്പോൾ 1.2 എടുത്തോ, കുഴപ്പമില്ല. 1.2 എടുത്തിട്ട് റേഡിയസ് എടുത്ത് കോമ്പസിൽ 1.2 എടുത്തിട്ട് ഈ റേഡിയസ് ഈ ഒരു വീൽ കപ്പിൻ്റെ ഇതും വരക്കുക കേട്ടോ. പിന്നെ തിക്നെസ് വരുന്നത് 1.5 കേട്ടോ. ടയറിൻ്റെ തിക്നെസ്, അതായത് ഒരു ടയറിൻ്റെ തിക്നെസ് 1.5. അതുപോലത്തെ ബേക്കിൽ 4 ടയറുണ്ട്, ഇവിടെ 2, അപ്പുറം 2, പിന്നെ ഫ്രണ്ടിൽ 2 ടയർ. മൊത്തം 6 ടയറാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ ടയറിൻ്റെയും ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാ വണ്ടിക്ക് സെയിം തന്നെ ആയിരിക്കും. പിന്നെ മോഡൽ മാറുന്നതനുസരിച്ചിട്ട് എങ്ങനെ മാറുമെന്നുള്ള ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഒരു ഡ്രൈവറിൻ്റെ സാധനം ചെയ്യാനുണ്ട്. ബേക്ക് ആ ഒരു ഷേപ്പൊക്കെ എങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാണ്ടല്ലോ, അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ നിങ്ങൾക്ക് വേണ്ട ഫോൺ ഇത് മോഡലിൻ്റെ നെയിം ആദ്യം അടിച്ചു കൊടുക്കുക. ഇപ്പം ഞാനീ പറഞ്ഞിടത്തോളം വെച്ചിട്ട് 26 സീറ്റ് ട്രാവലറില്ലേ, അതിൻ്റെ കമ്പനിയിൽ വരുന്ന ആ ഒരു ഫോട്ടോ ആണ് ഇത്. അപ്പോൾ ഇത് എന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം പറയുന്നത് ആ ഡ്രൈവർ സൈഡിൻ്റെ ഏരിയ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ. അതിൻ്റെ അളവെല്ലാം എങ്ങനെയാണ് കിട്ടുകയെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ട് ഏതെങ്കിലും ഒരു അളവ് എടുക്കുക. ഞാനിപ്പോൾ ടയറിൻ്റെ അളവാണ് എടുക്കുന്നത്. ഈ ഒരു വണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, ഇത് കമ്പനി വണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന വണ്ടി കുറേ വർക്കെല്ലാം ചെയ്ത് വേറൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് എന്തായാലും ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഈ ഒരു സാധനം എടുത്തിട്ട് ടയറിൻ്റെ അളവ് എടുക്കുക. അത് 3.9 അല്ലേ പറഞ്ഞത്. എന്നിട്ട് 3.9 ഇതിൽ അളക്കുക. 3.9 അളക്കുന്നതിനെക്കാട്ടി നല്ലത് എനിക്ക് തോന്നുന്നു ഈ വീൽ കപ്പ് അളക്കുന്നതായിരിക്കും. കാരണം മറ്റേത് കാണുന്നില്ലല്ലോ, ഫുള്ള് ബ്ലാക്ക് ആയതുകൊണ്ട്. അല്ല പിന്നെ ഇത് അളക്കാം, ഈ നമ്മളെ വീലാർച്ച് അളക്കാം. വീലാർച്ച് നമ്മൾ 4.8 ആണ് പറഞ്ഞത്. അപ്പോൾ 4.8 പറയുമ്പോൾ
അളക്കുക, സ്കെയിൽ വെച്ച് അളക്കുക. കൈമിലുള്ള ഫുള്ള് പെയിൻറ്റിലാണ്, നഖത്തിനല്ല, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്റ്റീലിൻ്റെ സ്കെയിൽ വെച്ചാൽ ഇങ്ങനെ ടച്ചായി പോകും. അതുകൊണ്ട് സ്റ്റീലല്ലാത്ത പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ വെച്ചിട്ട് ഈ പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ സ്കെയിൽ എടുത്തിട്ട് അളക്കുക കേട്ടോ. നല്ല സ്കെയിൽ ചെയ്യണം. ക്ലിയർ കോട്ട് അടിക്കുമ്പം ക്ലിയർ കോട്ട് ഇതിലായിട്ട് ഫുള്ള് എന്താ പറയുക, ഒരു മങ്ങിയ പോലെ ആയിപ്പോയി. ഇതിപ്പോൾ എത്രയാണ് ഉള്ളത്, 4.9 നമുക്ക് വേണം, അല്ല 4.8 നമുക്ക് വേണം. ഇതിപ്പം ഉള്ളത് 4.8 ഇല്ല, കുറച്ചൊന്ന് വലുതാക്കിയാൽ 4.8 എന്നിട്ടും ആയിട്ടില്ല, കുറച്ചും കൂടി വലുതാക്കാം. അപ്പോൾ 4.8 ഏകദേശമായി, 4.8 ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഫോട്ടോയിലുള്ള വണ്ടി നമ്മളെ മിനിയേച്ചർ വണ്ടീൻ്റെ ആ ഒരു സൈസായിരിക്കും എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഇങ്ങനെ കൊണ്ടുവരിക, ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു പേപ്പർ എടുക്കാം. പിന്നെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ അളവ് എഴുതി ഒരു പേപ്പറിന് എടുക്കുന്നത്. ഇങ്ങനെ വെക്കുക, നിലത്തിങ്ങനെ വെച്ചിട്ട് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടിയിട്ട് പേപ്പർ ഇതിൻ്റെ മേലെ വെക്കുക. ഇതിപ്പോൾ നല്ല കട്ടിയുള്ള A4 ഷീറ്റാണ്. ഒരു നൈസ് പേപ്പർ ഏതെങ്കിലും ന്യൂസ് പ്രിൻ്റ് മറ്റോ വെച്ചിട്ട് ബ്രൈറ്റ്നസ് കൂട്ടുക, ഇരുളുള്ള റൂമിൽ പോവുക. അന്നേരം ഈ ഒരു സാധനം ഈ ഒരു പേപ്പറിൻ്റെ ഉള്ളിലേക്ക് കൂടെ നമുക്ക് കാണാൻ പറ്റും. അതിന് ശേഷം എന്ത് ചെയ്യുക, ഒരു പെൻസിൽ എടുക്കുക, ഇങ്ങനെ വരക്കുക. പെൻസിൽ എടുത്തിട്ട് ഇങ്ങനെ ഫുള്ള് ഡിസൈനല്ല, ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ നോക്കി വരക്കുക. എൻ്റെ ഇപ്പം കാണുന്നില്ല, കാരണം നല്ല വെയിലുള്ള സ്ഥലത്തല്ല, നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് ഞാൻ ഉള്ളത്. ഫോണിൻ്റെ ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടില്ല. ഈ ഒരു സാധനം നല്ല കട്ടിയുള്ള സാധനമാണ് പേപ്പർ, അതുകൊണ്ട് എൻ്റെ ഇപ്പം കാണുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും ചെയ്താൽ നിങ്ങളിൽ കാണും, ഉറപ്പാണ്. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇരുടുള്ള റൂം പോവുക, ബ്രൈറ്റ്നസ് ഫുള്ള് കൂട്ടുക, ഒരു കട്ടി കുറഞ്ഞ പേപ്പർ A4 ഷീറ്റൊന്നും അല്ലാണ്ട് ഒരു നോട്ട് ബുക്കിൻ്റെ പേജ് അങ്ങോട്ട് എടുത്താൽ തന്നെ മതി. എന്നിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. ആ വരച്ചെടുത്തിട്ടാകുമ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ട് നേരെ ഫോം ഷീറ്റിലേക്ക് ആ സാധനം വരച്ചെടുക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഷേപ്പും ഡ്രൈവർ ഡോറിൻ്റെ ഈ ഒരു ഷേപ്പും ഇതെല്ലാം കിട്ടും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് സൈഡ് ഉണ്ടാക്കേണ്ടതും. ബാക്ക് സൈഡ് ഉണ്ടാക്കേണ്ടതും കൂടി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്ക് സൈഡിൻ്റെ ഫോട്ടോ ഗൂഗിളിൽ നിന്ന് കിട്ടും. ട്രാവലറിൻ്റെ മോഡൽ നെയിം അടിച്ചാൽ ഗൂഗിളിൽ നിന്ന് കിട്ടും. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, വലുതാക്കിയിട്ട് നമ്മളെത്ര വീതി പറഞ്ഞാൽ നോക്കുക. വീതി പറഞ്ഞതിനെക്കാട്ടിയും നല്ലത് എനിക്ക് തോന്നുന്നു ഹൈറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ 6.1 ഞാൻ ഈ ഹൈറ്റ് പറഞ്ഞത്. അപ്പോൾ ഇത് 6.1 ആകുന്ന പോലെ എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ 6.1 ആകുമ്പം ഏകദേശം ഒരു ആയിട്ടുണ്ട് 6.1. അത് നിങ്ങൾ ഏതെങ്കിലും അളവ് എടുക്കുക, വീതി എടുക്കുക, അല്ലെങ്കിൽ ഹൈറ്റ് എടുക്കുക, ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവ് ഞാൻ പറഞ്ഞതിൽ എടുക്കുക. അത് എനിക്ക് ഫോണിൽ അളന്നിട്ട് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നേരത്തെ പറഞ്ഞ പേപ്പർ എടുത്ത് വെക്കുക, ബ്രൈറ്റ്നസ് കൂട്ടി ഇരുളുള്ള റൂമിൽ പോവുക, ഫുള്ള് ഡിസൈൻ ഇങ്ങനെ ആ ഒരു കർവ് ഇങ്ങനെ വരച്ചെടുക്കുക, വിൻഡോ എല്ലാം വരച്ചെടുക്കുക, ബ്രേക്ക് ലൈറ്റ് വരച്ചെടുക്കുക, എല്ലാം അങ്ങനെ വരച്ചെടുത്താൽ സാധനം കിട്ടും. എന്നിട്ട് ഫോം ഷീറ്റിൽ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കണ്ട കറക്റ്റ് ബേക്ക് ഫോട്ടോ തന്നെ വേണം കേട്ടോ, അല്ലാണ്ട് സൈഡിൽ നിന്ന് എടുത്ത ഫോട്ടോ ഒന്നും കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. കറക്റ്റ് ഈ ഒരു ബേക്കിൽ നിന്ന് എടുത്ത് ഈ ഒരു കറക്റ്റ് ബേക്ക് ഫോട്ടോ തന്നെ വേണം. അങ്ങനെ കറക്റ്റ് ബേക്ക് ഫോട്ടോ ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കും. നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്നും കിട്ടിയില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ ഒരു വണ്ടിയുടെ ഫോട്ടോ അയച്ചുതരാം. ഇതുപോലെ തന്നെയാണ് എല്ലാ ട്രാവലറിനെയും ചെയ്യേണ്ടത്. ഓക്കെ, എന്ത് ചെയ്യുക, സൈഡ് ഫോട്ടോ കിട്ടും. അല്ലെങ്കിൽ നാട്ടിലെവിടെയെങ്കിലും ഒരു ട്രാവലറിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ലേ, പോയിട്ട് എടുക്കുക സൈഡ് ഫോട്ടോ, കറക്റ്റ് സൈഡ് ഫോട്ടോ ഈ പോലെ എടുക്കുക. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട അളവിൽ സൂം ചെയ്ത് വെക്കുക. അതിപ്പോൾ നിങ്ങൾ എൻ്റെ അളവ് തന്നെ ആക്കുന്നുണ്ടെങ്കിൽ ടയർ അളവ് വീലാർസിൻ്റെ അളവ് എടുത്ത് വെക്കുക. എന്നിട്ട് വിൻഡോയിൽ അളക്കുക. നിങ്ങളെ വിൻഡോ ചിലപ്പോൾ 3 ഉണ്ടാവും, അല്ലെങ്കിൽ 2 ഉണ്ടാവും. അന്നേരം നിങ്ങൾ അതിനനുസരിച്ച് ഇങ്ങനെ സൂം ചെയ്തിട്ട് ഇങ്ങനെ നീക്കി വെക്കുക. എന്ത് ചെയ്യുക, സ്കെയിൽ ഉപയോഗിച്ചിട്ട് അളക്കുക, എന്നിട്ട് എഴുതി വെക്കുക. സ്കെയിൽ വെച്ചെടുക്കുക, എഴുതി വെക്കുക, എന്നിട്ട് ഫോം ഷീറ്റിലേക്ക് വരക്കുക. അതുപോലെ എല്ലാ മോഡലിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു ട്രിക്ക്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടും ആ ഡിസൈനെല്ലാം എടുക്കുക. ഇതിൻ്റെ മേലെ പേപ്പർ വെച്ചിട്ട് ടേബിളുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാം, ഫോണിലും ചെയ്യാം. പക്ഷേ ഇങ്ങനെ നീക്കി ചെയ്യണമെന്നേ ഉള്ളൂ. ടേബിളാകുമ്പം കുറച്ചുകൂടി വലുതായിട്ട് കാണുമ്പം നമുക്ക് ഒറ്റ രീതിയിൽ തന്നെ കുറച്ചും കൂടി സാധനം വരച്ചെടുക്കാൻ പറ്റും. എങ്ങനെയായാലും എടുക്കാം, നമ്മൾ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതിനെ വെച്ച് അങ്ങനെ എടുക്കൽ തന്നെ. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ മോഡൽ ട്രാവലറിൻ്റെയും അളവ് എടുക്കുക. കമ്പനി ഫോട്ടോ ഗൂഗിളിൽ ഉണ്ടാവും എല്ലാ സീറ്റിൻ്റെയും ഇതേപോലത്തെ. ഇത് കമ്പനി ഫോട്ടോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ട്രാവലറിൻ്റെ ഫോട്ടോ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ വർക്കാണെങ്കിൽ അവരോട് ഫോട്ടോ അയച്ചു തരാൻ പറ്റും. അതേപോലെ കറക്റ്റ് ഫോട്ടോ വേണം, അതാണ്. അല്ലാണ്ട് ഇങ്ങനെ കുറച്ച് സൈഡിൽ നിന്നുള്ള ഫോട്ടോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. കറക്റ്റ് ഇങ്ങനത്തെ സൈഡിൽ നിന്നുള്ള ഫോട്ടോ തന്നെ വേണം. അതുപോലെ തന്നെ കറക്റ്റ് ഇതേപോലെ ബേക്കിൽ നിന്നുള്ള ഫോട്ടോ തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ട്രാവലറിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യൽ. ഏകദേശം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി കേട്ടോ.
അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഈ ഒരു വണ്ടീൻ്റെ അളവും എടുത്തത് കേട്ടോ. ഈ കാണിച്ച പോലെ തന്നെ ഇങ്ങനെ സൂം ചെയ്തിട്ട് നീക്കി നീക്കി വെച്ചിട്ടാണ് എല്ലാ വിൻഡോൻ്റെ അളവും എല്ലാം എടുത്തത്. ഇതുപോലെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഏതൊരു ട്രാവലറിൻ്റെ ഫോട്ടോ വേണമെന്നേ ഉള്ളൂ. ഫോട്ടോ ഇല്ലാണ്ട് പരിപാടി നടക്കില്ല. അല്ലേ പിന്നെ ഒറിജിനൽ വണ്ടീൻ്റെ അടുത്ത് ഫോട്ടോ പോയിട്ട് നിങ്ങൾ എടുക്കുക. എന്തായാലും നാട്ടിൽ എവിടെയും കാര്യം ഒരു ട്രാവലർ ഇല്ലാണ്ട് നിൽക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ എടുക്കുക. ഈ വണ്ടിക്ക് തന്നെ ഒരുപാട് പണിയുണ്ട്. പ്ലാറ്റ്ഫോമെല്ലാം ചെയ്യാനുണ്ട്. ഇൻറ്റീരിയർ ഇല്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഇല്ല, പിന്നെ ടോപ്പിലൊന്ന് കവർ ചെയ്യണം. ഒരുപാട് പണി, ഒരുപാട് സ്റ്റിക്കർ വർക്കെല്ലാം വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് പണി ഈ വണ്ടിയിൽ ബാക്കിയുണ്ട്. ഓൾറെഡി കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനിയും ഇടും സ്റ്റിക്കർ വർക്കും. അതുപോലെ അടുത്ത പരിപാടി ഇനി അടുത്ത മിക്കവാറും സ്റ്റിക്കർ വർക്ക് തന്നെ ആയിരിക്കും. വേറെ പണിയൊന്നും ഇല്ല. ഇനി സ്റ്റിക്കർ വർക്ക് കഴിഞ്ഞിട്ട് പണിയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ സ്റ്റിക്കർ വർക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ അടുത്ത് തന്നെ വരും. അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക്, അല്ലെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ റിപ്ലൈ തരാം. ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.